എടി നീ ഇങ്ങനെ ഇരിക്കുവാണോ? വെറുതെ ഇരുന്നിട്ട് ബോറടിക്കുക. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നടക്കാൻ ഇറങ്ങിയാലോ? എങ്ങോട്ട്? ഇന്നലല്ലേ നമ്മൾ പ്രകൃതിയെ കുറിച്ച് പഠിച്ചത്, അവിടത്തേക്ക്. ആ, നമുക്ക് പോവാം. എന്ത് മണമാ! ഹായ്, ദേ നോക്ക്, റോഡിന് സൈഡിലൊക്കെ പ്ലാസ്റ്റിക്. ആ ശരിയാ, അവിടെയും മൊത്തം പ്ലാസ്റ്റിക് എന്നല്ലേ. ഹായ്, എന്ത് രസമായി പുഴ കാണാൻ. നല്ല ഭംഗിയുണ്ടല്ലേ. നോക്കൊരു മീൻ, നീ കണ്ടോ? ആ അതാ അവിടെയല്ലേ, ഞാൻ കണ്ടു. മൊത്തം പ്ലാസ്റ്റിക്കുകൾ ഇതാരാണ് വലിച്ചെറിയുന്നത്? അവിടെയും ഉണ്ട്. ഇതൊക്കെ ഇടാനല്ലേ വേസ്റ്റ് ബാസ്ക്കറ്റ് വെക്കുന്നത്? അവിടെയും പ്ലാസ്റ്റിക്. ഇതൊക്കെ മീനുകൾക്ക് ദോഷമല്ലേ? ദോഷമാണ്. ഇതൊക്കെ എല്ലാ സ്ഥലത്തും പ്ലാസ്റ്റിക്. ഇതൊക്കെ ആരാ ഇങ്ങനെ വലിച്ചെറിയുന്നത്? നമുക്കൊന്ന് പുഴയിലേക്ക് പോയി നോക്കാം. പുഴയുടെ ആവാസ വ്യവസ്ഥയാണെന്നല്ലേ നമ്മൾ പഠിച്ചത്? ആ, ഈ പുഴയിലൊക്കെ എത്ര ജീവികൾ ഉണ്ടാകും. പക്ഷേ പ്ലാസ്റ്റിക് നോക്ക്, പാവം ഈ ജീവികൾക്കറിയില്ലല്ലോ ഇതവരുടെ ഭക്ഷണമല്ലെന്ന്. ആയിരിക്കും. ഇതൊന്നും സംസ്കരിക്കാൻ വേറെ ഒരു വഴിയുമില്ലേ? ഉണ്ടല്ലോ, അതിനല്ലേ ഹരിതകർമ്മസേന. പിന്നെ എന്താ ഇങ്ങനെ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത്? നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ പ്ലാസ്റ്റിക്കും നമുക്ക് ഇതിന്റെ അകത്ത് ഇടാമല്ലേ? ആ, നമ്മളെ ക്ലാസ്സിലെ കുട്ടികളോടൊക്കെ പറയണം, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും വേണം. ആ ശരിയാ, എല്ലാരും ഇങ്ങനെ ചെയ്താൽ മാലിന്യങ്ങളേ ഉണ്ടാവില്ല. ഇത് നമുക്ക് ഒരു കവറിലാക്കി ഹരിതകർമ്മസേനയ്ക്ക് കൊടുത്താലോ? ആ, കൊടുക്കാം. ചേച്ചി, ഇത് ഞങ്ങൾ ഇന്ന് ശേഖരിച്ച മാലിന്യങ്ങളാണ്. നന്നായി മക്കളെ, നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ്. ഇത് നിങ്ങൾ ഇങ്ങനെയും ഇങ്ങനെ തന്നെ ചെയ്യണം. നിങ്ങളെല്ലാവർക്കും ഒരു മാതൃകയാവണം. നമസ്കാരം, എൻ്റെ പേര് അൽസമ ഫിറോസ്. ഞാൻ സിയ മറിയം. നാം അധിവസിക്കുന്ന ഈ പ്രകൃതിയെ കണ്ടറിയാനും തൊട്ടറിയാനും ഞങ്ങൾ പ്രകൃതിയിലേക്ക് ഇറങ്ങി. മഴവിൽ ചന്തമുള്ള പുഷ്പങ്ങളെയും കാതിന് ഇമ്പമേറുന്ന കിളികളുടെ മധുരമായ ശബ്ദമുള്ള പ്രകൃതിയെയും സ്വപ്നം കണ്ടിറങ്ങിയ ഞങ്ങൾക്ക് തെറ്റി. പ്രതീക്ഷിക്കാതെ കടന്നു വന്ന ഒരു വില്ലനെ കണ്ട് ഞങ്ങൾ ആകെ പരിഭ്രാന്തരായി. അതെ, അവന്റെ പേരാണ് പ്ലാസ്റ്റിക്. വഴിയരികിൽ കണ്ട പ്ലാസ്റ്റിക് അപ്രതീക്ഷിതമായി അവിടേക്ക് എത്തിയതല്ല എന്ന തിരിച്ചറിവ് അല്പം മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ തിരിച്ചറിഞ്ഞു. വഴിയുടനീളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. ഇത്തരം മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ഹരിതകർമ്മസേന പോലുള്ള സംവിധാനങ്ങൾ നമ്മൾക്കുണ്ടായിട്ടും അഭയം തരുന്ന ഈ പ്രകൃതിയോട് ഇത് വേണ്ടിയിരുന്നില്ല എന്ന് കാണിച്ചു തരുന്നതിന്റെ നേർക്കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. മനുഷ്യരുടെ ക്രൂരതയാൽ ശ്വാസം മുട്ടുന്ന ഒരു പുഴയെയും ഞങ്ങൾ നേരിൽ കണ്ടു. ഈ ഭൂമി ഇനി വരും തലമുറയ്ക്ക് കൂടി ആസ്വദിക്കാനുള്ളതാണെന്ന തിരിച്ചറിവ് ഉണ്ടായേ മതിയാകൂ. നല്ലൊരു നാളേക്കായി കാത്തിരിക്കാം. നന്ദി. നന്ദി.